ഇതൊരു സാധാരണ വാഷിംഗ് മെഷീൻ അല്ല. കുറഞ്ഞ വെള്ളവും കുറഞ്ഞ കറണ്ടും ഏറ്റവും നല്ല വാഷിംഗ് ക്വാളിറ്റിയും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് നൽകുന്ന IFBയുടെ 7 കിലോ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. 7 കിലോയിൽ IFBയുടെ ഏറ്റവും കുറഞ്ഞ പ്രൈസിങ് വരുന്ന മോഡലാണ്. പ്രൈസ് മാത്രമേ കുറവുള്ളൂ, എല്ലാ ഓപ്ഷൻസും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. AI സപ്പോർട്ട് വരുന്നുണ്ട്, പവർ സ്റ്റീം വരുന്നുണ്ട്, BLDC മോട്ടറാണ് യൂസ് ചെയ്യണത്. എന്തിനേറെ വൈഫൈ വരെ നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. സെറീന SXN 7012 CMS മോഡൽ വരുന്നത് സിൽവർ കളറായിരിക്കും. ഫുൾ ടച്ച് പാനലാണ് വരുന്നത്. 4 വർഷം പ്രൊഡക്റ്റിന് ഫുൾ കവർ വാറണ്ടി വരുന്നുണ്ട്. 10 വർഷം മോട്ടറിന് മാത്രം വാറണ്ടി വരുന്നുണ്ട്. 10 വർഷം സ്പെയർ പാർട്സും സപ്പോർട്ടും കമ്പനി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നിർത്തിപ്പോയാലും 10 വർഷത്തേക്ക് ഇതിന്റെ സ്പെയർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. ഈ ഒരു വാഷിംഗ് മെഷീന്റെ മോഡൽ, ഇയർ, കപ്പാസിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്റ്റാർ റേറ്റ് നോക്കിയാൽ മനസ്സിലാകും. 7 കിലോയിൽ 1200 RPM ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. RPM കൂടുന്തോറും ഡ്രസ്സിന്റെ ഉണങ്ങൽ ബെറ്റർ ആയിരിക്കും. എക്കോ ഇൻവെർട്ടർ BLDC മോട്ടറാണ് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്യണത്. BLDC മോട്ടർ ആയതുകൊണ്ട് തന്നെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും, വൈബ്രേഷൻ കുറവായിരിക്കും. വൈഫൈ ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. മൈ IFB ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രോഗ്രാംസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ എല്ലാ മോഡൽസിലും AI സപ്പോർട്ട് വരുന്നുണ്ട്. നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള വെള്ളം, അതിനാവശ്യമായിട്ടുള്ള സമയം, വാഷിംഗ് രീതി, ഇതിലെല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒത്തിരി കട്ടി കൂടിയ ഡ്രസ്സാണ് നിങ്ങൾ ഇതിൽ വാഷ് ചെയ്യാനായിട്ട് ഇടുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രോഗ്രാം ഏറ്റവും കട്ടി കുറഞ്ഞൊരു ഡ്രസ്സിൻ്റെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തീരെ വാഷിംഗ് ക്വാളിറ്റി ഉണ്ടാവില്ല. കാരണം ഇടുന്ന ഡ്രസ്സ് കട്ടി കൂടിയതും ഒത്തിരി അഴുക്കുള്ളതും നമ്മൾ കൊടുത്തേക്കുന്ന പ്രോഗ്രാം ഏറ്റവും കട്ടി കുറഞ്ഞ ഒരു പ്രോഗ്രാമും ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വാഷിംഗ് ക്വാളിറ്റി തീരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്താണ് AI ആ ഒരു ടെക്നോളജി അതിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു വെയിറ്റ് അനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള സമയവും അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വാഷിംഗ് രീതിയും AI സപ്പോർട്ടോടു കൂടി വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്യണത്. നിങ്ങൾ കൊടുക്കുന്ന പ്രോഗ്രാം മാറി വേറൊരു ഹെവി അല്ലെങ്കിൽ കോട്ടൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം ആകും എന്നല്ല പറയണത്. സെയിം പ്രോഗ്രാം ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വാഷിംഗ് ക്വാളിറ്റി നമുക്ക് ലഭിക്കും. ഏത് വാഷിംഗ് പ്രോഗ്രാം കൊടുത്താലും AI സപ്പോർട്ട് നമുക്ക് അതിലുണ്ടാകും. ഈ രീതിയിലാണ് ഡ്രം വരുന്നത്. ക്രസന്റ് മൂൺ ഡ്രം എന്നാണ് ഈ ഒരു ഡിസൈനിനെ പറയണത്. ചന്ദ്രക്കല ആകൃതിയിലാണ് അതിൻ്റെ ഡിസൈനും ആ ഡ്രമ്മിൽ കൊടുത്തേക്കുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഡ്രസ്സിന് സ്ക്രബിങ് കൂടുതൽ ലഭിക്കുകയും അതുപോലെ ഡാമേജ് കുറയ്ക്കാനും ഈ ഒരു ഡിസൈൻ പാറ്റേൺ സഹായിക്കും. മുകളിലും ഈ ഒരു ഫ്രണ്ടിലും കാണുന്ന ഓപ്ഷൻസ് ഒക്കെ എല്ലാ IFBയുടെ പുതിയ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് അതത് അക്വാ എനർജി. വെള്ളത്തിന് കട്ടിപ്പുണ്ടെങ്കിൽ സോപ്പ് പൊടി ആ വെള്ളത്തിൽ അലിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു പ്രശ്നം ഈ ഒരു മോഡലിൽ ഉണ്ടായിരിക്കില്ല. 9 സിറിൽ വാഷ്. 9 രീതിയിൽ ഡ്രമ്മ് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഒരേപോലെ എല്ലായിടത്തും ക്ലീൻ ആകും. 2x പവർ സ്റ്റീം. വാഷിങ്ങിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഡ്രസ്സിനെ സ്റ്റീം ചെയ്യും. ആദ്യത്തെ സ്റ്റീം ചെയ്യുമ്പോൾ ഡ്രസ്സിലുണ്ടാവുന്ന അഴുക്കുകൾ അല്ലെങ്കിൽ വേർപ്പിന്റെ സ്മെല്ലൊക്കെ ഡിസോൾവ് ആകും. എന്നിട്ട് നോർമൽ വാഷ് ചെയ്യും. അവസാനത്തിൽ പിന്നെയും സ്റ്റീം ചെയ്യും. അങ്ങനെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിൽ ചുളിവുകൾ കുറക്കാനും കുറച്ചുകൂടി ഹൈജീനിക് ആക്കാനൊക്കെ അത് സഹായിക്കും. ഓട്ടോ ഇംബാലൻസ്ഡ് കൺട്രോൾ. വാഷിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ റിൻസിന്റെ ടൈമിലൊക്കെ വാഷിംഗ് മെഷീന് നോർമലി ജർക്കിംഗ് കൂടുതലായിരിക്കും. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു മോഡലിൽ സാധിക്കും. വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. സ്റ്റെബിലൈസർ ഇല്ലെങ്കിൽ പോലും ഈ ഒരു മോഡലിന് ഒരു ബേസിക് പ്രൊട്ടക്ഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. ഓട്ടോ റീസ്റ്റാർട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് പവർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെ നിന്നാണോ പവർ വരുന്നത് ആ പ്രോഗ്രാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓട്ടോ ഡയഗ്നോസിസ്. വാഷിംഗ് മെഷീന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എറർ കോഡ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ അറിയാനായിട്ട് സാധിക്കും. അത് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. 10 പ്രോഗ്രാംസ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു മോഡലിൽ വൈഫൈ വരുന്ന മോഡലാണ്. മൈ IFB എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ ഫംഗ്ഷൻസും നമുക്ക് ആ ഒരു ആപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ എടുത്തു പറയേണ്ട പ്രോഗ്രാംസ്: കാർഡിൽ വാഷ്. ഒത്തിരി വില കൂടിയ ഡ്രസ്സ്, കല്ലും മുത്തകളുള്ള ഡ്രസ്സുകൾ, വർക്ക് കൂടുതലുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇതിലിട്ട് വാഷ് ചെയ്യണ സമയത്ത് അത് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത്തരം ഡ്രസ്സുകൾ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തൊട്ടിലാട്ടുന്ന രീതി, അങ്ങനെയാണ് പറയണത്, ആ ഒരു രീതിയിൽ വളരെ സാവധാനത്തിൽ ഡ്രമ്മ് മൂവ് ചെയ്ത് ഒരു തൊട്ടിലാട്ടുന്ന രീതിയിൽ അത്തരം ഡ്രസ്സുകൾ നമുക്കിതിൽ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രസ്സിന് യാതൊരുവിധ ഡാമേജും വരില്ല. രണ്ടാമത്തെ പ്രോഗ്രാം റിഫ്രഷ്. സ്റ്റീം ഉപയോഗിച്ച് ഡ്രസ്സ് ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യണത്. ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത് കബോർഡിൽ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇട്ട് മാറുന്ന ഡ്രസ്സുകളൊക്കെ പിന്നെയും എടുത്ത് വാഷ് ചെയ്യുന്നതിന് പകരം ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് സ്റ്റീം ചെയ്തെടുക്കാം. വാഷിംഗ് മെഷീൻ കമ്പനി ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. 7 കിലോയിൽ 1200 RPM വരുന്ന ഈ ഒരു മോഡലിൻ്റെ ഏകദേശ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 2026 മോഡലാണ് കേട്ടോ. ഈ ഒരു മോഡലിൻ്റെ ഏകദേശ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 29,900 ആണ്.